കള്ളാടി ദുരന്തത്തിൽ ഇതുവരെ കണ്ടെത്തിയത് 6 മൃതദേഹങ്ങളാണ്. 2 പേർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ കണ്ടെത്തിയ 3 പേരുടെ മൃതദേഹം എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തി. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ പ്രത്യേക സംഘം ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കാൻ സാധ്യത. വിവരങ്ങളുമായി ജോഷില നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം അവിടുത്തെ തെരച്ചിൽ നടപടികൾ ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്, കാലാവസ്ഥ അനുകൂലമാണോ എന്ന്, ഒപ്പം തന്നെ കൊങ്കൺ അധികൃതർ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ജോഷില, ഗുഡ് മോർണിംഗ്. ജോഷില, തെരച്ചിൽ നടപടികൾ ഇന്നത്തെ ആരംഭിച്ചോ? കാലാവസ്ഥ ഇന്ന് അനുകൂലമാണോ? എന്താണ് ഇപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? മനു, ഗുഡ് മോർണിംഗ്. അത്ര ശുഭകരമല്ല വാർത്ത എന്നുള്ളത് നമുക്കറിയാമല്ലോ. കള്ളാടി ഇന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ തിരച്ചിലൊന്നും ആരംഭിച്ചിട്ടില്ല. ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ച മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 2 പേരുടെ മൃതദേഹം ഇനിയും കിട്ടാനുണ്ട്. വിക്രം റാണ, അതുപോലെ തന്നെ രാകേഷ് കുച്ചേത് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കിട്ടാനുള്ളത്. മരിച്ചു എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്, ഏകദേശ ധാരണയിൽ തന്നെയാണ് അത്തരത്തിലുള്ള തിരച്ചിലുകളൊക്കെ നടത്തുന്നത്. അവരുടെ ബന്ധുക്കൾ ഇന്നലെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ലഭിച്ച മൃതദേഹങ്ങൾ 3 മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ആ മൃതദേഹങ്ങൾ എംബാം ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ 2ാം സോണിലും 3ാം സോണിലും ഇന്ന് തിരച്ചിൽ സജീവമാക്കും എന്നുള്ളത് തന്നെയാണ്. ആ തെരച്ചിൽ സജീവമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ മന്ദഗതിയിലായിരുന്നു ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ, വളരെ മന്ദഗതിയിലായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ ഇന്ന് ആരംഭിക്കും. താഴേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം, മൃതദേഹങ്ങൾ താഴേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി താഴെ ഭാഗത്തുകൂടി തെരച്ചിൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിഞ്ഞാന്നാണ് പുഴയിൽ വീണ് കിടന്നിരുന്ന ബസ് എടുത്ത് മാറ്റിയത്. ആ പരിസരത്ത് നിന്നാണ് 2 മൃതദേഹങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ പരിസരത്ത് നിന്ന് തന്നെ ഒരു ഷർട്ട് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിൽ ആ ഭാഗത്ത് നടത്താനാണ് സാധ്യത. അതുപോലെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലേക്കുള്ള വാഹന ഗതാഗതം നേരത്തെ നിയന്ത്രിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കാർഷിക ആവശ്യങ്ങൾക്കടക്കമുള്ള വാഹനങ്ങൾ, ജീപ്പ് സർവീസുകൾ ഇതൊക്കെ തന്നെ അനുവദിക്കും എന്നുള്ളതാണ്. അതായത് ഗതാഗതത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം അത് നീക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അധികൃതർ ഇവിടേക്ക് എത്തിച്ചേരും, പ്രത്യേക സംഘം എത്തിച്ചേരും. അതുപോലെ അവിടെ മണ്ണ് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ മണ്ണ് എടുത്തു നീക്കാൻ സാധിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സാങ്കേതികമായ പരിശോധന നടത്തും. അവിടെ നിന്ന് മണ്ണ് നീക്കിയാൽ വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാണ് ഇന്നലെ മന്ത്രി പി കെ ബഷീർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുമോ എന്ന് അടക്കം അന്വേഷിക്കാനും പരിശോധിക്കാനുമാണ് ഇന്ന് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ അധികൃതർ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. കൊങ്കൺ റെയിൽവേയുടെ ആളുകൾ വരുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, ഉദ്യോഗസ്ഥർ, പ്രതിനിധികൾ സ്ഥലത്തുണ്ടാകുമോ? കാരണം ഇതിൽ വിശദമായൊരു ചർച്ച വേണമല്ലോ. ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണ് മാറ്റാൻ കഴിയില്ലെങ്കിൽ അതിനെ സുരക്ഷിതമായി ഇതുപോലെ കുത്തിയൊലിച്ച് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനുള്ള ആളുകളോ സംവിധാനങ്ങളോ ഉണ്ടാകുമോ? അക്കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുമായി അവർ ഒരുപക്ഷെ അവലോകന യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ എത്തിച്ചേരുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കാണ്. ഇത് മണ്ണ് മാറ്റാൻ സാധിക്കുമോ, മണ്ണ് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മണ്ണ് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മണ്ണാണ് അവിടെ നിന്ന് മാറ്റേണ്ടത്. പക്ഷെ അത് മാറ്റാൻ സാധിക്കുകയില്ല എന്ന് അവർ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ മാറ്റിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ അവർ കൃത്യമായി പരിശോധന നടത്തിയ ശേഷം ഇത് മാറ്റിയാൽ മറ്റുള്ള ഭാഗത്തു കൂടിയുള്ള മണ്ണ് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം.
എന്തായാലും ആ രീതിയിലേക്ക് അല്ല മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവർ സന്ദർശനം നടത്തുന്നതും സാങ്കേതിക പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ വിശദമായ പരിശോധന ഇന്ന് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ തെരച്ചിൽ സാധാരണ രീതിയിൽ 2 പേർ മണ്ണിനടിയിൽ കിടക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും മണ്ണിനടിയിൽ നിന്നും എടുക്കാനുള്ള ഒരു രാവിലെ മുതലോ പുലർച്ചെ മുതലോ ഒക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തേണ്ടതാണ്, തെരച്ചിൽ നടത്തേണ്ടതാണ്. എന്നാൽ സാധാരണ രീതിയിൽ തന്നെയാണ് ഒരു ഔദ്യോഗികമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് തിരച്ചിൽ ഒരു 8 മണിക്ക് ശേഷമൊക്കെ തിരച്ചിൽ ആരംഭിക്കുന്നു. 2 ജീവനുകളാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് എന്നുള്ളത് പോലും അവഗണിച്ചുകൊണ്ടുള്ള, അതായത് അത്രയേറെ സൂക്ഷ്മതയോടുകൂടിയോ അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടിയോ വേഗതയോടുകൂടിയോ ഒന്നും തന്നെയുള്ള പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത്രയേറെ മന്ദഗതിയിൽ ഒരു സാധാരണ സംഭവം പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമുക്കറിയാം ഷിരൂരിൽ അർജുൻ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുമ്പോഴുണ്ടായിരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഇവിടെ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനുവേണ്ടി കേരള സർക്കാരുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവസാനം കണ്ടെത്തുന്നത് വരെ, അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെ പ്രവർത്തിച്ച, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച സർക്കാർ നമ്മളുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തൊക്കെ തന്നെ പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്, ഇതൊക്കെ കണ്ടവരാണ് നമ്മൾ. എന്നാൽ ഇവിടെ സാധാരണ രീതിയിൽ ഇവിടെ എത്തുന്ന ആർക്കും അത് മനസ്സിലാവും. സാധാരണ രീതിയിൽ ഒരു ചടങ്ങ് പോലെ നടക്കുന്ന തിരച്ചിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്.